ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ട്രിപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് രാത്രി ഒരു ഓട്ടം കൂടെ ഉണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ പരിപാടിയാണ് ഇന്നത്തെ. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രിപ്പും കഴിഞ്ഞ് നമ്മൾ വണ്ടി കൊണ്ട് കഴുകാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അടുത്തല്ല, നമ്മുടെ വീടിൻ്റെ അടുത്ത് കുറച്ച് മാറ്റിയാണ് വണ്ടി ഇട്ടേക്കുന്നത്. അപ്പോൾ അവിടെ നമ്മുടെ പിള്ളേരും കാര്യങ്ങളെല്ലാം വാഷിങ്ങാണ്. നമ്മൾ ജസ്റ്റ് നമ്മുടെ വീട്ടിൽ നിന്ന് വന്ന് ജസ്റ്റ് റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മുടെ ചെറുക്കനായിട്ട് നമുക്കിനി അങ്ങോട്ട് പോകണം. ഓക്കെ, ഏകദേശം ട്രിപ്പ് എടുക്കാൻ സമയമാകുന്നു. അപ്പോൾ അമ്മ കഴുകി കഴിയുമ്പോൾ വണ്ടിയായിട്ട് നമുക്ക് അവിടെ നിന്ന് പോകണം. അപ്പോൾ നമ്മുടെ വേറൊരു പരിപാടി എന്ന് പറയുന്നത്, നമ്മളിന്ന് ട്രിപ്പും കാര്യങ്ങളൊന്നും പോകുന്നില്ല. നമ്മൾ ജസ്റ്റ് വണ്ടിയായിട്ട് വില്ല വരെ പോകുന്നു. അവിടുന്ന് ഫാമിലി മെമ്പേഴ്സിനെ കയറ്റുന്നു, വണ്ടി വിടുന്നു, നമ്മൾ തിരിച്ചിങ്ങ് പോരും കേട്ടോ. ഒരു ഡെവോഷണൽ ട്രിപ്പും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് വേറെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ വീടും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷിഫ്റ്റ് ചെയ്യാൻ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ അത് നോക്കുന്നു. കാരണം നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഒന്ന് വിടാനായിട്ടും തിരിക്കാനും ഒക്കെ ആയിട്ടും സ്ഥലവും കാര്യങ്ങളൊക്കെ കുറവാണ്. ഓക്കെ, അപ്പം കുറച്ച് വാടകയും കൂടുതലാണ്. അപ്പം നമ്മൾ നൈസായിട്ട് വേറെ ഒരു വീടും കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ അതൊക്കെയാണ് പരിപാടികൾ. അതുപോലെ തന്നെ നമുക്ക് നാളെ വേറൊരു സ്ഥലം വരെ പോകാനുണ്ട്, ഒരാവശ്യത്തിനായിട്ട്. ഓക്കെ, അപ്പോൾ അത് അടുത്ത വീഡിയോ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അത് അങ്ങനെ നമ്മുടെ ഏകദേശം നമ്മുടെ വണ്ടി ഇടുന്ന സ്ഥലത്ത് എത്താറായിട്ടുണ്ട്. ഓക്കെ, അവിടെ അമ്മമാർ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിനിയിപ്പോൾ എവിടെയെങ്കിലും നമ്മുടെ വണ്ടിയും കാര്യങ്ങളെല്ലാം സേഫായിട്ട് പാർക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ചെറുക്കനെ കാണാം. ഓക്കെ, അവിടെ ലൈറ്റും കാര്യങ്ങളെല്ലാം ഇടാൻ പറഞ്ഞിട്ടുണ്ട് അമ്മമാരോട്. അതിൻ്റെ 2-3 വീഡിയോയും കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ നൈസായിട്ട് വണ്ടി വീടിൻ്റെ അകത്തോട്ട് കയറ്റുവാണ്. ഓക്കെ, രാത്രിയൊക്കെ ആയതുകൊണ്ട് അപ്പോൾ നമ്മൾ നോക്കി കയറ്റില്ല. അവിടെ എവിടെയെങ്കിലും കമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടോന്നും അറിയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ വണ്ടി നൈസായിട്ട് ഇവിടെ ഒതുക്കിയിട്ടുണ്ട്. നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങണം. നമ്മുടെ ചെറുക്കനെ ഇവിടെ കിടപ്പുണ്ട് സേഫായിട്ട്. ഓക്കെ, പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഷെൽബിയുടെ എടുത്തിട്ട് വിടാം. അങ്ങനെ നമ്മൾ വണ്ടിയും കാര്യങ്ങളെല്ലാം അവിടെ ഇട്ടിട്ട് നമ്മൾ പതുക്കെ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഷെൽബി അവിടെ കിടന്ന് മിന്നുന്നുണ്ട്. ഓക്കെ, ബാക്കിലത്തെ ലൈറ്റും കാര്യങ്ങളെല്ലാം ഡിസ്പ്ലേ അടിച്ചിട്ടിട്ടുണ്ട്. വളരെ ക്രിസ്റ്റൽ ക്ലീനായിട്ട് അമ്മമാർ വണ്ടിയും കാര്യങ്ങളെല്ലാം കഴുകിയിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ വണ്ടിയുടെ 2-3 വീഡിയോയും കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. ഓക്കെ, നമ്മുടെ ബാക്കിലത്തെ ഷെൽബി എന്നുള്ളത് നാളെ തെളിഞ്ഞ് അവിടെ മിന്നുന്നുണ്ട്. ഓക്കെ, ബാക്കിൽ നമ്മുടെ ഷെൽബി ഒരു ഫോട്ടോയും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞായിരുന്ന ഒരു വോക്കലിൻ്റെ പരിപാടി ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് ടൈമും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ചിലപ്പോൾ നമ്മുടെ വണ്ടിയും കാര്യങ്ങളെല്ലാം സെയിലാവും. ഓക്കെ, ചിലപ്പോൾ ഉറപ്പില്ല, ചിലപ്പോൾ നമ്മുടെ വണ്ടിയും കാര്യങ്ങളെല്ലാം സെയിലാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഡൗട്ടിലും കൂടെയാണ് നമ്മൾ വോക്കലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ കുറച്ച് ലാഗാകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഫുള്ള് ഇൻറ്റീരിയറാണ്, ഫുള്ള് ലൈറ്റും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ക്യാബിൻ വരെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ വാമ്പയർ എന്നുള്ള ലോഗോയും കാര്യങ്ങളെല്ലാം. ഓക്കെ, ഫുൾ LED നമ്മുടെ വണ്ടിയുടെ ക്യാബിൻ ചെയ്ത് ആ സെയിം ഡിസൈനിലാണ്, ഒരു വയലറ്റ് കളർ തീമിൽ തന്നെയാണ് നമ്മുടെ ഈ വണ്ടിയും കാര്യങ്ങൾ നിയോൺ വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തേക്കുന്നത്. നെയിം ബോർഡ് ആണെങ്കിലും ഏകദേശം അതുപോലെ തന്നെയാണ്. ഓക്കെ, നമ്മുടെ നെയിം ബോർഡിൽ ബ്രൈറ്റ്നെസ് കുറച്ച് കുറവാണ്. നമുക്കിനിപ്പോൾ അതും കാര്യങ്ങളെല്ലാം കൂടെ കുറച്ച് കൂട്ടണം. ഓക്കെ, ഇപ്പോൾ വണ്ടി സെയിലാവുമോ എന്നുള്ളൊരു ഡൗട്ട് ഇരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ വർക്കും കാര്യങ്ങളെല്ലാം ചെയ്യാണ്ട് ഇങ്ങനെ നിൽക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എല്ലാം നോക്കിയിട്ട് വേണം സെറ്റ് ചെയ്യാൻ. ഓക്കെ, അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമുക്ക് ഇപ്പോൾ വണ്ടി ഫുള്ള് അമ്മമാർ ക്ലീനാക്കി ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് പതുക്കെ വണ്ടിയും കാര്യങ്ങളെല്ലാം തിരിച്ചിട്ട് നമ്മുടെ ആളെ എടുക്കാൻ പോകണം. ഓക്കെ, അപ്പോൾ അവന്മാർ കാറുമായിട്ട് ഇങ്ങ് പോകുന്നോളും. ഞാൻ ഇപ്പം ബസ്സിൽ പോവാണ്. ഓക്കെ, അപ്പോൾ ഞാൻ വണ്ടിയെ കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നൈസായിട്ട് ഈ വീടിനകത്തിട്ട് തിരിക്കാം. പിന്നെ വേറൊരു കാര്യം എന്നാന്ന് വെച്ചാൽ, എന്നോട് കുറേ പേര് ചോദിച്ചു എന്തുകൊണ്ടാണ് വീഡിയോ ലാഗാവുന്നതെന്ന്. ഓക്കെ, അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ കുറച്ച് പേഴ്സണൽ ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അത് പുറത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സോ അതുകൊണ്ടൊക്കെയാണ് വീഡിയോയും കാര്യങ്ങളെല്ലാം വരാൻ ലാഗാവുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയുടെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലാണെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളല്ല ഇനിയൊരു മാക്സിമം ഒരു 10 മിനിറ്റ് താഴെ ഡ്യൂറേഷനിലായിരിക്കും ഇനിയുള്ള വീഡിയോയും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതാണ് വേറെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ വണ്ടിയും കാര്യങ്ങളെല്ലാം കയറിയിട്ട് നൈസായിട്ട് ചെറുക്കനെ തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. പുറകിൽ അവന്മാരെന്ന് പറയുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഒറ്റയ്ക്ക് പറ്റിയല്ലോ, ഇത്രയും വലിയ വണ്ടിയില്ല. ഓക്കെ, അപ്പോൾ എല്ലായിടത്തും കണ്ണെത്തുക എന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. സോ ഒരു സേഫ്റ്റി ക്യാമറയോടൊന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വണ്ടിയും കാര്യങ്ങളും ഫുള്ള് ലൈറ്റും കാര്യങ്ങളെല്ലാം ഇട്ട് ഇറക്കുകയാണെങ്കിൽ അപ്പോൾ ഒരു ചേച്ചി ഫ്രണ്ടിൽ കൂടെ നടന്നു. ഇത്രയും വലിയ വണ്ടി ഇട്ടിട്ട് അതൊന്നും ചേച്ചി മാറിപ്പോയി. അപ്പോൾ ഇത് അടുത്തത് വന്നു. ഇവരെല്ലാം റോഡിന് നടുക്കൂടെ കയറി പോകുന്നുള്ളൂ കേട്ടോ. ഇത്രയും വലിയ വണ്ടി തന്നെ കണ്ടിട്ട് മാറുന്നില്ല. പിന്നെ അവസാനം നമ്മൾ വണ്ടിയും കാര്യങ്ങളെല്ലാം എടുത്ത് പോകുന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അവന്മാർ നമ്മുടെ വണ്ടിയുടെ കാര്യങ്ങൾ താക്കോലും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അവന്മാർ കാറിലങ്ങ് വന്നോളും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പതുക്കെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഇറക്കുവാണ്. ഓക്കെ, ആ വെട്ടത്തോട്ട് വന്നപ്പോൾ നമ്മുടെ ചെറുക്കൻ്റെ ആ ഒരു ലുക്ക് ഉണ്ടോ, ക്ലീൻ സ്പെക്ക് ഫുൾ. ആ ഒരു ലൈറ്റും ബ്ലാക്കും വൈറ്റും പിന്നെ ആ ഒരു വയലറ്റ് ലൈറ്റും കൂടെ വന്നപ്പോഴത്തേക്ക് ചെറുക്കൻ്റെ ഒരു ലുക്ക് തന്നെ അങ്ങ് മാറിയിട്ടുണ്ട്. ഓക്കെ, ക്യാബിൻ ലൈറ്റും കാര്യങ്ങളെല്ലാം ഇട്ട് ചെറിയൊരു പാട്ടും കാര്യങ്ങളെല്ലാം ഇട്ട് നമ്മൾ പോകുന്നത്.
ഓക്കെ, ഇപ്പോൾ നമുക്ക് നേരെ അവിടെ ചെന്നിട്ട് ഉള്ള വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. അങ്ങനെ കഴിച്ച് നമ്മളിവിടെ വില്ലയുടെ അടുത്ത് എത്തുവാണ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റാണ് വില്ലയിലോട്ട് കയറേണ്ടത്. ഓക്കെ, എൻട്രിയും കാര്യങ്ങളെല്ലാം നോക്കി കയറണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിൻ്റെ വീഡിയോയും കാര്യങ്ങളെല്ലാം ഇറക്കിയിട്ടുണ്ട്. അവന്മാർ കാറിൽ പുറകെ വന്നോളും. ഓക്കെ, അപ്പോൾ അതായത് നമ്മുടെ വണ്ടിയും കാര്യങ്ങളെല്ലാം നൈസായിട്ട് ഇപ്പോൾ ക്യാബിനിൽ ഞാനും നമ്മുടെ അപ്പവും കൂടെ ഉള്ളൂ. ഓക്കെ, ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ്. അവന്മാർ അശ്വിനൊക്കെ കാറിൽ വന്നോളും. അപ്പോൾ അതായത് നമ്മൾ വണ്ടിയായിട്ട് കയറിയിട്ടുണ്ട്. നൈസായിട്ട് ലൈറ്റും കാര്യങ്ങളെല്ലാം ഇട്ട് തന്നെയാണ് കയറുന്നത്. ഓക്കെ, ഫൈനലി നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ആൾക്കാരെല്ലാം വണ്ടിയും കണ്ട് നോക്കി നിൽക്കുമായിരുന്നു. ഓക്കെ, അവസാനം വണ്ടി തുറന്നു, എല്ലാവരും കയറുന്നു. ഇപ്പോൾ ആളുടെ എണ്ണം എല്ലാം എടുത്തിട്ട് കൺഫേം ചെയ്തിട്ട് നമ്മളിവിടുന്ന് ട്രിപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങും. അപ്പോൾ ക്യാബിനിൽ വരുന്നത് അശ്വിനും അപ്പും കൂടിയാണ് പോകുന്നത്. ഓക്കെ, ഇന്ന് ഞാനില്ല. ഇതിപ്പോൾ ഒരു 2 ദിവസത്തെ ട്രിപ്പാണ്. പളനി അങ്ങനെ ഒരു ട്രിപ്പാണ്. ഓക്കെ, ഡിവോഷണൽ ട്രിപ്പാണ്. അങ്ങനെ ആളും കാര്യങ്ങളെല്ലാം കയറ്റി ഇതേ അവന്മാർ നൈസായിട്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോയും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. ഇതേ അങ്ങനെ നമ്മൾ ടാറ്റയും ബൈ ബൈ ഒക്കെ പറഞ്ഞ് അവന്മാർ പോയിട്ടുണ്ട്. നമ്മുടെ വണ്ടിയായിട്ട് തിരിച്ചു പോന്നു. ഇനിയിപ്പോൾ നമുക്ക് നേരെ വീട്ടിൽ പോയി കടന്നുറങ്ങിയിട്ട് വണ്ടി കഴുകുന്നില്ല. നാളെ നമുക്കൊരു ലോങ് പോകാനുള്ള പറ്റുമെങ്കിൽ ഇന്ന് വൈകിട്ട് കഴുകിയിടണം, അല്ലെങ്കിൽ നാളെ കഴുകുള്ളൂ. ഓക്കെ, നാളെ കാർ വാഷിലെല്ലാം കൊണ്ട് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് നമുക്ക് പോകണം. ഓക്കെ, അപ്പോൾ നമുക്കിനിയിപ്പോൾ അടുത്തൊരു സ്ഥലം വരെ പോകാണ്ട് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോകാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാരൻ്റെ ഫോർച്യൂണറിൻ്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ. സോ അതിൻ്റെയും കുറച്ച് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതെല്ലാം പറഞ്ഞ് അടുത്ത വീഡിയോയിൽ ഉടനെ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്.